ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, സഭാമാതാവ് മംഗളവാർത്തക്കാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മംഗളവാർത്തക്കാലം ശുഭപ്രതീക്ഷകളും പുത്തൻ ചിന്തകളും മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് പകർന്നു കൊടുക്കുന്ന കാലം. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുക, ഒരുപാട് നാളായി ദൈവത്തിൻ്റെ വരവിനായി കാത്തിരിക്കുന്ന ദമ്പതികളെ പറ്റിയാണ്. അവരുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷയുടെ ദൂതുമായി കടന്നു വരുന്ന ഒരു മാലാഖയെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ ധ്യാനിക്കുക. എലിസബത്ത്, സക്കറിയ, ഈ ദമ്പതികളുടെ ജീവിതം എടുക്കുമ്പോൾ നമുക്കറിയാം, അവർ ഒരുപാട് നാളായിട്ട് തങ്ങൾക്കൊരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യരാണ്. എലിസബത്ത് സക്കറിയായും പുരോഹിത ഗണത്തിൽപ്പെട്ട മനുഷ്യരാണ്. സക്കറിയ ദൈവത്തിന് വേണ്ടി പുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന മനുഷ്യനാണ്. എന്നിട്ടും ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നില്ല. പക്ഷേ അവരുടെ പ്രതീക്ഷ ഒരിക്കലും കൈമോശം വന്നു പോകുന്നില്ല. മറിച്ച് അവർ ദൈവത്തിൻ്റെ വരവിനായിട്ട് കാത്തിരിക്കുകയാണ് ചെയ്യുക. നമ്മൾക്കും നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് പ്രാർത്ഥനകളും യാചനകളൊക്കെ ആയിട്ട് കാത്തിരിക്കുന്ന മനുഷ്യരാണ്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും ഒരു വിശുദ്ധമായ കാത്തിരിപ്പിൽ ഒരിക്കലും അവസാനിക്കാറില്ല. പലപ്പോഴും അത് അവസാനിക്കുക നിരാശയിൽപ്പെട്ടുകൊണ്ടാണ്. പക്ഷേ ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈ ദമ്പതികൾ നമ്മുടെ മുൻപിൽ മാതൃകയാണ്. എത്രമാത്രം പ്രതീക്ഷയോടുകൂടി ആയിരിക്കണം നമ്മുടെ കാത്തിരിപ്പ് എന്നുള്ളതിനെ പറ്റി. സുവിശേഷത്തിൽ നമ്മൾ ഇതുപോലെ ഒരുപാട് വ്യക്തികളെ കണ്ടുമുട്ടുന്നുണ്ട്. ദൈവം തങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും എന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരിക്കുന്ന മനുഷ്യർ. അബ്രഹാം മുതൽ രക്ഷാകര ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ വരവിനായിട്ട് കാത്തിരുന്നിട്ടുള്ള മനുഷ്യരാണ്. അവരുടെ ജീവിതത്തിലേക്കും പ്രതീക്ഷയുടെ ദൂതുമായി മാലാഖമാർ കടന്നു വരുന്നുണ്ട്. നമ്മുടെ ജീവിതങ്ങളെടുക്കാം. നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും ദൈവം കേൾക്കാതെ വരുമ്പോൾ നമ്മൾ ഒരിക്കലും നിരാശരായി പോകരുത്. മറിച്ച് നമ്മുടെ ജീവിതത്തിലേക്കും ആ മാലാഖയുടെ ചിറകടി ശബ്ദം ഒരിക്കലെങ്കിലും ഉണ്ടാകും എന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി നമുക്കും കാത്തിരിക്കാം. എലിസബത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം ശപഥം ചെയ്തു എന്നാണ്. സക്കറിയ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം ഓർമ്മിച്ചു എന്നാണ്. അവരുടെ പേരുകളുടെ അർത്ഥം തന്നെ ദൈവം അവരെ കരുതുന്നുണ്ട് എന്നതല്ലേ. അങ്ങനെയെങ്കിൽ ആ മനുഷ്യരുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുക തന്നെ ചെയ്യില്ലേ? അവസാനം അതും സംഭവിച്ചു. ദൈവം അവരുടെ ജീവിതത്തിലും ഇടപെട്ടു. നമുക്കും കാത്തിരിക്കാം. നമ്മുടെ പ്രതീക്ഷകളോ ഒരിക്കലും അറ്റുപോകാതെ ദൈവത്തിൻ്റെ വരവിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. പരിശുദ്ധ അമ്മ കാത്തിരുന്നത് പോലെ, എലിസബത്തും സക്കറിയായും കാത്തിരുന്നത് പോലെ നമുക്കും കാത്തിരിക്കാം. അപ്പോൾ നമുക്കും കേൾക്കാൻ സാധിക്കും ആ മാലാഖയുടെ ചിറകടി ശബ്ദം നമ്മുടെ കാതുകളിൽ. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.